പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മണിക്കൂറിൽ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തെ ലോക് ഭവനിലേക്കാണ്. വളരെ നിർണായകമായ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. മന്ത്രിമാരായ പി രാജീവ് അവിടെയുണ്ട്, ബിന്ദുവുമുണ്ട്. അവരുടെ ആവശ്യം ഈ VC നിയമനം, വിശേഷിച്ച് സാങ്കേതിക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്ന സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ ലോക് ഭവനിൽ നേരിട്ടെത്തി ഗവർണറുമായി സംസാരിക്കുന്നത്. എന്നാൽ നിലപാടിൽ മാറ്റമില്ല എന്ന കൃത്യമായ പ്രതികരണം ഗവർണർ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. നോക്കാം, തിരുവനന്തപുരം ബ്യൂറോ പ്രശാന്ത് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. പ്രശാന്ത്, ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ശ്യാം, സർക്കാർ പ്രതിനിധികൾ ചർച്ച കഴിഞ്ഞ് മന്ത്രിമാർ മടങ്ങി. അല്പസമയം മുമ്പാണ് ലോക് ഭവനിൽ നിന്നും മന്ത്രിമാർ മടങ്ങിയത്. ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ സർക്കാർ പ്രതിനിധികളായിട്ടുള്ള പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവുമാണ്. ഇവർ മുന്നോട്ട് വെച്ച കാര്യമെന്ന് പറയുന്നത് സിസ തോമസിനെ പിൻവലിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതായത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന സിസ തോമസിനെ പിൻവലിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം മറ്റു ഡിജിറ്റൽ സർവകലാശാലയിലെ VCക്ക് ഗവർണർ നിർദ്ദേശിച്ച ആൾക്ക് തുടരാമെന്നും പറഞ്ഞു. എന്നാൽ സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളായിട്ടുള്ളവർ പറയുന്നത് ഈ സിസ തോമസിൻ്റെ കാര്യം മാത്രമാണ്. സിസ തോമസിനെ അനുമതി കൊടുക്കാൻ, അല്ലെങ്കിൽ സിസ തോമസിനെ ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. സിസ തോമസ് VC ആകണമെന്ന കാര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സിസ തോമസിനെ മാറ്റണമെന്നൊരു ആവശ്യം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഗവർണർ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിസ തോമസിനെ മാറ്റേണ്ട ആവശ്യം നിലവിലില്ല എന്നാണ് ഗവർണർ പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് സിസ തോമസിനെ മാറ്റണം എന്ന് ചോദിച്ചതിന് ശേഷം ഗവർണർ തന്നെ അതിന് സർക്കാരിൻ്റെ കാര്യത്തിൽ, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സിസ തോമസിന് സർക്കാർ നടത്തിയ നിയമനങ്ങൾ, അതായത് വിവിധ തസ്തികകളിലേക്ക് സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ആ നിയമിച്ച ഓരോ തസ്തികകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു അയോഗ്യയായിട്ടുള്ള ആളാണ് സിസ തോമസ് എങ്കിൽ എന്തിന് ഈ പദവികളിലെല്ലാം അവരെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ഗവർണർ ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അയോഗ്യ ആയിട്ടുള്ള ഒരാൾക്ക് ഈ പദവികൾ നൽകാൻ പാടില്ലല്ലോ. നേരത്തെ നൽകിയ പദവികളെല്ലാം ഗവർണർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ മന്ത്രി പി രാജീവിനോടും അതോടൊപ്പം തന്നെ ആർ ബിന്ദുവിനോടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അങ്ങനെ ഒരു അയോഗ്യത, അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനകത്ത് അയോഗ്യത ഇല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. അതായത് ഇത്തരം പദവികൾ വഹിച്ച ഒരാൾക്ക് ഈ യോഗ്യതയിൽ, അതായത് VC സ്ഥാനത്ത് തുടരാനും അല്ലെങ്കിൽ VC സ്ഥാനത്ത് അലങ്കരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അവർക്ക് സർക്കാർ തന്നെ നൽകിയ ഇത്തരം പദവികളെന്ന് ഗവർണർ പറയുകയും ചെയ്തു. എന്തായാലും 1 മണിക്കൂറോളം സമയം ഈ ചർച്ചകൾ നീണ്ടെങ്കിൽ പോലും ഗവർണർ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. താൻ നിർദ്ദേശിച്ച 2 പേരുകളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഗവർണർ ഈ സർക്കാർ പ്രതിനിധികളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ തയ്യാറായില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയില്ല എന്നും ഗവർണർ ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന മന്ത്രി പി രാജീവ് ആയിക്കോട്ടെ, ആർ ബിന്ദു ആയിക്കോട്ടെ, മാധ്യമങ്ങളോട് സംസാരിക്കാതെയാണ് കടന്നുപോയത്. വാഹനം നിർത്തുവാനോ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം നൽകുവാനോ ഇരുവരും തയ്യാറായതുമില്ല. മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇവരിങ്ങനെ ഒരു വശത്ത് ചർച്ച നടത്തുമ്പോഴും മറുവശത്ത് ഈ സൈബർ ഇടങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് ഗവർണർക്കെതിരെ നടത്തുന്നത്. ഇപ്പോൾ ഒരു വശത്ത് സമാധാനം പറയുക, മറുവശത്ത് അതിരൂക്ഷമായ ഭാഷയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ. എന്തിനാണ് ഈ കടുംപിടുത്തം, എന്താണ് ഉദ്ദേശം എന്നത് സ്വാഭാവികമായിട്ട് അതിന് തിരിച്ചും പ്രതികരണങ്ങളുണ്ട്. സർക്കാരിന് ആഗ്രഹം ഏതെങ്കിലും പാർട്ടിക്കാരെ പിടിച്ച് ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് വീണ്ടും ഈ യൂണിവേഴ്സിറ്റികളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കമാണോ എന്ന രീതിയിലുള്ള പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാവണം. അത് ഏത് തരത്തിലാണ് ഉണ്ടാവാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അവസാനം ഈ വിഷയത്തിൽ കുറച്ചുകൂടി കർശനമായി ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും ശ്യാം, നമുക്കറിയാം, മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ VC സ്ഥാനത്ത് വരുന്നത് CPM അനുകൂലികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ CPMനോ സർക്കാരിനോ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള CPM അനുഭാവികളായിട്ടുള്ള ആളുകളെയാണ് ഈ യൂണിവേഴ്സിറ്റി തലപ്പത്തേക്ക് തിരികെ കയറ്റുന്നത്. അതിലൂടെ വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ തച്ചു തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിനൊരു മാറ്റം കൊണ്ടുവന്നത്
ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷമാണ് അദ്ദേഹം തന്റെ നിലപാട് ഘടിപ്പിക്കുകയും ഇത്തരം നീക്കങ്ങളെതിരെ നഖശികാന്തം എതിർക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഗവർണർ സർക്കാർ പോര് മറ്റൊരു തരത്തിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ കണ്ടത്. എന്തായാലും അത് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആ സ്ഥാപനങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം, വിദ്യാഭ്യാസം കുറച്ചുകൂടി ഇത്തരത്തിൽ അധപ്പതിച്ചു പോകാൻ പാടില്ല എന്നൊരു നിലപാട് പുതിയതായിട്ട് വന്ന ഗവർണറും സ്വീകരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ളവരെ നിയമിക്കുന്ന ഒരു നിലപാടിലേക്ക് ഗവർണറും എത്തിച്ചേർന്നത്. എന്നാലും അതിന് എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ട സാഹചര്യം സർക്കാരിനുണ്ടായി. എന്തുകൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതിയും ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു അനുനയ നീക്കം നടത്തിക്കൊണ്ട് ഗവർണറെ നേരിട്ട് കണ്ട്, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ നേരിട്ട് കണ്ട് ഒരു അനുനയ നീക്കം നടത്താൻ എന്ന നിലയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരും എത്തിച്ചേർന്നത്. എന്തായാലും ഈ അനുനയ നീക്കങ്ങൾ നടത്തുന്ന സമയത്തും ഗവർണറുടേതായിട്ടുള്ള നിലപാട് ഉറച്ചു നിൽക്കുന്നു. അതിന് തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് ഗവർണർ തൻ്റെ വാദം ആ വാദത്തിന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ ഈ സിസ തോമസിനെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ആ വിഷയത്തിൽ ഗവർണറുടെ വാദം കൃത്യമായി സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴുമാണ് ഈ ശ്യാം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു തരത്തിൽ ഈ ലോക്ഭവനെയും അതോടൊപ്പം തന്നെ ഗവർണറെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഈ CPM-ൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, സർക്കാരിൻ്റെ മറ്റ് അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നായാലും ശരി, ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് എന്നതും എടുത്തു പറയണം. ഇത്തരം സൈബർ ഇടങ്ങളിൽ അധിക്ഷേപങ്ങൾ നടക്കുമ്പോഴും ഇതിനെ മറ്റൊരു തലത്തിൽ കൊണ്ടുവരികയും അത് ഒരു സമവായ നീക്കം എന്ന തരത്തിലുള്ള നീക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിഷയത്തിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണറുടെ നിലപാട് ഒരിക്കൽ കൂടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാരിന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, പക്ഷേ താൻ ഈ നേരത്തെ നിശ്ചയിച്ച ആ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഗവർണർ സ്വീകരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകുമെന്നും സർക്കാർ പ്രതിനിധികളോട് നടത്തിയ ചർച്ച, എന്തായാലും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കർശനമായ ഇടപെടൽ ഉണ്ടാകും. ഇതിൽ സർക്കാരും ലോക് ഭവനും ചേർന്നൊരു സമവായത്തിലേക്ക് പോയില്ലെങ്കിൽ നേരിട്ട് നിയമനങ്ങൾ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.